3-piece പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസ് ഉണ്ടാക്കണം മാത്രമേ കാണിച്ചുള്ളൂ, സ്ലീവ് ജോയിൻ ചെയ്യണമെന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ രണ്ട് വശത്ത് ജസ്റ്റ് സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് അങ്ങ് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 3-piece കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് കേട്ടോ. മറ്റുള്ള നൈറ്റികളെ പോലെയല്ല, സ്റ്റിച്ചിങ് ശരിക്കും ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ്, ടൈമിൽ ലാഭമാണ് സ്റ്റിച്ചിങ്ങിന്. കട്ടിങ് ഇത്തിരി ഒരു പണിയുള്ള കേസാണ്. പണിയുള്ള കേസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളുമാണ്. അപ്പോൾ സ്ലീവ് നമ്മളിതുപോലെ വെച്ച് ജോയിൻ ചെയ്ത ശേഷം കൈൻ്റെ അടി കൂടി ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. അതെ, അപ്പോൾ മറ്റേ സ്ലീവും കൂടി ഞാൻ ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു സ്ലീവ് ജോയിൻ ചെയ്തു, ഇനി മറ്റേ സ്ലീവും കൂടി ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അത് ചെയ്തു. ഇനി കൈൻ്റെ കൈ കൂടി മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് വശം, മറ്റത് ബാക്ക് വശം. ഓക്കെ, ഇനി നമുക്ക് ആ യെല്ലോ കളർ വി പോലെ കിടക്കുന്നില്ലേ, അവിടെ വേണം നമ്മുടെ ഈ പ്ലീറ്റ് വരുന്ന നൈറ്റിയുടെ ഭാഗത്തിൻ്റെ വി ഷേപ്പ് പോലെ വരേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ അത് ഇവിടെ. അത് നമ്മളുടെ, അതായത് സ്ലീവിൻ്റെ അവിടുത്തെ 4 ഇഞ്ചും നമ്മുടെ നൈറ്റിയുടെ ആ ഭാഗത്ത് കൈക്കുഴിയുടെ അവിടുത്തെ 4 ഇഞ്ചും കറക്റ്റാക്കി, ഇത് കണ്ടോ, അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പ്ലീറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടോ ആ ഒരു യെല്ലോയിൻ്റെ വി ഷേപ്പ് കണ്ടോ, അവിടെ നമ്മൾ ഈ ഇതിൻ്റെ സെൻറ്റർ വരണം. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഉള്ളത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ നോക്കിക്കേ, ഞാനിങ്ങനെ തയ്ച്ച് വരുന്നുണ്ട്. അല്ലാതെ നൈറ്റിയുടെ എൻഡ് വശത്ത് കൊണ്ട് സ്ലീവിൻ്റെ എൻഡ് വശം വെക്കരുത്. നൈറ്റിയുടെ എൻഡ് വശം വരുന്നത് സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് യെല്ലോ വരുന്ന ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കിലും സെയിം തന്നെയാണ്, പ്ലീറ്റഡ് ആണ്, പക്ഷേ ഇങ്ങനെ 3 പീസ് വെച്ച് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് 3-piece നൈറ്റി ഫ്രണ്ടിൽ, ബാക്കിലാരും നമ്മളങ്ങനെ വേറൊരു കളറ് കൊടുക്കില്ല. പ്ലീറ്റഡ് നൈറ്റി പോലെ തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാനിതേ പ്ലീറ്റ് ചുരുക്കുകൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പാർട്ടും സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കാണാൻ പറ്റും, ഫേസ്ബുക്കിലുള്ളവർക്ക് പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഡൗൺ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ പ്ലീറ്റ് വെച്ച് കൊടുക്കാം. പ്ലീറ്റ് വെച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കണം എൻഡ് വശം വരുമ്പോൾ കറക്റ്റായിട്ടാണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പ്ലീറ്റഡ് നൈറ്റി ഒരു ഭംഗി തന്നെയാണ് സത്യം പറഞ്ഞാൽ. ചുരിദാർ കട്ട് നൈറ്റിയെക്കാട്ടും ഭംഗി പ്ലീറ്റഡ് നൈറ്റി, 3-piece പ്ലീറ്റഡ് നൈറ്റി, യോക്ക് പ്ലീറ്റഡ് നൈറ്റിക്കാണ് ഏറ്റവും ഭംഗി ശരിക്കും. അപ്പം ഞാനിത് തയ്ച്ച് വരണുണ്ട്. എന്നിട്ട് താഴത്തുള്ള ഭാഗം അടിച്ചു വരിക. അപ്പം നമ്മളിത് നോക്കിക്കേ, ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അതെ, ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതെ കണ്ടോ, നമ്മളിതുപോലെ ചുരുക്കൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 സൈഡ് കൂട്ടി അടിച്ചിട്ടില്ല. അതേ പ്ലീറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആ ഒരു യെല്ലോ വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ പ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്, ബാക്കി ഭാഗത്ത് പ്ലീറ്റ് ഇല്ല. ഇനി നമുക്ക് 2 സൈഡും കൂട്ടിയിരിക്കും. ബാക്കിലും അതുപോലെ തന്നെ ചെയ്തത്, പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ രീതിയിൽ പോലെ പ്ലീറ്റ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി 2 സൈഡും നമുക്ക്
കൂട്ടി അടിച്ചിട്ട് അടി മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ പണിയൊന്നും ഇതിലില്ല ആക്ച്വലി. ബാക്ക് സൈഡ് കൂടി കാണിച്ചു തരാം. കണ്ടോ, ബാക്ക് സൈഡിൽ യെല്ലോ വരുന്നില്ല എന്നുള്ളൂ, പക്ഷേ പ്ലീറ്റ് ഉണ്ട്. ഇതേ കണ്ടോ. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തതിൻ്റെ ഡിഫറൻസ് കണ്ടല്ലോ. ആ ചുരുക്ക് കാണാൻ ഒരു ഭംഗി തന്നെയാണ് ആ യെല്ലോൻ്റെ അവിടെ കിടക്കുമ്പോൾ അല്ലേ. പ്ലീറ്റഡ് നൈറ്റി വൺ അതാണല്ലോ. പൈപ്പിംഗ് കണ്ടോ, പൈപ്പിംഗ് എഫക്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ബോക്സിൽ വരും, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്റ്റോക്കിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് 3 പാർട്ടാക്കിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാവരും പുറത്തേക്കും ചെയ്തതുപോലെ കൊടുക്കുക കേട്ടോ.